നമസ്കാരം. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. വിഷ്ണുപുരാണത്തിലെ ഒരു ശ്ലോകമാണ്. എന്തായാലും വിഷ്ണുപുരാണം എഴുതിയിട്ട് അനേക നൂറ്റാണ്ടുകളായതാണ്, ഈ അടുത്ത കാലത്തൊന്നുമുള്ള പുസ്തകമല്ല. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: സമുദ്രത്തിന്റെ വടക്കോട്ടുള്ള ഭാഗവും ഹിമവാന്റെ തെക്കോട്ടുള്ള ഭാഗവും ഉള്ള ആ ഭാഗത്തെ ഭൂപ്രദേശത്തിനെയാണ് ഭാരതം എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരെ അതിന്റെ ഭാരതത്തിന്റെ സന്തതികൾ ആണ്. അതായത് ഭാരതത്തിന്റെ മക്കളാണ്, മക്കളുടെ അമ്മയാണ് ഭാരതം എന്നൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അമ്മ ഭാരതം എന്നുള്ള സങ്കല്പം RSS കൊണ്ടുവന്നതല്ല എന്ന സാമാന്യ വിവരം പോലും ഇല്ലാത്തവരായി കമ്മ്യൂണിസ്റ്റുകാർ അധപ്പതിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഭാരതാംബയെ അംഗീകരിക്കാൻ കഴിയില്ല. RSSന്റെ ഭാരതാംബ. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച നയിക്കുന്ന ഒരു വനിത തപ്പിയും തടഞ്ഞും ഭഗവത് പതാകയെന്നോ ഭഗവത് കൊടിയെന്നോ ഒന്നും അവർക്ക് പറയാൻ അറിയില്ല. ഭഗവ എന്ന വാക്ക് RSSന്റെ അല്ല. ആ വാക്ക് പറയാൻ പോലും 4 അക്ഷരം കൂട്ടിപ്പറയാൻ അറിയാത്ത ആ വനിത പോലും വളരെ പുച്ഛത്തോടെയാണ് ഭാരതമാതാവെന്നും ഭഗവത് കൊടി എന്നും പറയാൻ ശ്രമിക്കുന്നത്. അതാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, കമ്മ്യൂണിസ്റ്റുകാരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു നരേറ്റീവ്. അതാണ് ഭാരതമെന്നോ ഭാരതമാതാവെന്നോ ഭഗവത് പതാകയെന്നോ ഒക്കെയുള്ള ധാരണ ഇല്ലാത്ത വെറും കൂപമണ്ഡൂകങ്ങളായി ചാനലിൽ ഇരിക്കുന്ന ഈ അലറി വിളിക്കുന്ന ചില പെൺകുട്ടികളും ആൺകുട്ടികളും ഒപ്പം അവർക്ക് പിന്തുണ നൽകുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും വിവരക്കേടുകളുടെ ആൾരൂപങ്ങളായി മാറി എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് ആവശ്യമുണ്ടോ? ഭഗവത് പതാക എന്നുള്ളത് ഭാരതത്തിന്റെ ദേശീയ പതാക ആയിട്ട് ആദ്യം നിർണയിച്ചത് ആധുനിക കാലത്ത് നിർണയിച്ചത്. അതിപ്രാചീന കാലം മുതൽ ഭഗവത് പതാകയാണ് ഭാരതത്തിന്റെ ഋഷിമാരും രാജാക്കന്മാരും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ചരിത്രം. ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ആധുനിക ഭാരതത്തിന്റെ അഥവാ ഇന്നത്തെ ഇന്ത്യയുടെ ദേശീയ പതാക എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി 1929-30 കാലത്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ തലവൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദും ഒക്കെ അടക്കമുള്ള എല്ലാ, അതായത് മുസ്ലിം ഹിന്ദു നാമധാരികളായ കോൺഗ്രസ് നേതാക്കന്മാരടങ്ങുന്ന കമ്മിറ്റി ആയിരുന്നു അത്. ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും, അതിൽ RSSകാരും ഉണ്ടായിരുന്നില്ല. ആ കമ്മിറ്റി 1930 അവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് മുൻപായി അവർ പ്രാദേശികമായി എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള, അതായത് പഴയ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ഏതാണ് ഭാരതത്തിന്റെ ദേശീയ പതാക ആകേണ്ടത്, അതിന്റെ രൂപം എന്താണ്, നിറം എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിന് ധാരാളം മറുപടികളും മാതൃകകളും കിട്ടി. അവസാനം ഈ കമ്മിറ്റി ഏകകണ്ഠമായി, 7 അംഗ കമ്മിറ്റി ഏകകണ്ഠമായി റിപ്പോർട്ട് സമർപ്പിച്ചത് ദീർഘചതുരാകൃതിയിലുള്ള കാവിപ്പതാക, അതായത് ഭഗവത് പതാക ആയിരിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക. നമ്മുടെ നാടിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരേ ഒരു നിറം അതാണ് എന്നായിരുന്നു ജവഹർലാൽ നെഹ്റു, അബ്ദുൽ കലാം ആസാദും അടങ്ങുന്ന ഈ കമ്മിറ്റിയുടെ നിർദ്ദേശം. പിന്നീട് അന്ധമായ രാഷ്ട്രീയ പ്രീണനം, മതപ്രീണനത്തിന്റെ പശ്ചാത്തലം വന്നപ്പോൾ അത് ഉപേക്ഷിക്കുകയും ഇന്നത്തെ നമ്മൾ കാണുന്ന പിന്നീട് ത്രിവർണ്ണ പതാകയായി മാറുകയും ഒക്കെ ചെയ്തു. 1950 അതിന് മുൻപ് വരെ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ചതായിരുന്നു. 1950 ഭരണഘടന പ്രഖ്യാപിക്കുമ്പോൾ ഈ 3 നിറത്തിനും മറ്റൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട്, അതായത് ഇന്നത്തെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അതിനെ ദേശീയ പതാകയായി അംഗീകരിക്കുകയായിരുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ കാവി എന്ന് പറയുന്നതോ ഭഗവ എന്ന് പറയുന്നതോ RSSകാരുണ്ടാക്കിയതല്ല എന്ന ഒരു സാമാന്യ വിവരമില്ലാത്ത പടുവിഡ്ഢികൾ ചാനലിലും പാർട്ടി ഭരണ കേന്ദ്രങ്ങളിലും ഇരുന്നു കൊണ്ട് ഇത്തരം കോപ്രായങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ സഹതാപം മാത്രമല്ല പുച്ഛവും തോന്നുന്നുണ്ട്. ആ ചാനൽ ചർച്ചയിൽ ഇരുന്ന ആ പെൺകുട്ടിയുടെ പേര് പറയാൻ എനിക്ക് അറപ്പുണ്ട്. അവർക്ക് ആ വാക്ക് പറയാൻ തന്നെ മടിയായിരുന്നു. മടിയല്ല, അറിയില്ല. ഭഗവത് പതാക എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവത് പതാകയാണോ കാവിപ്പതാകയാണോ എന്നൊന്നും അവർക്ക് പറയാൻ, ഭഗവത് ധ്വജം എന്ന വാക്ക് പോലും പറയാൻ പഠിച്ചിട്ടില്ല. അവരൊക്കെ ഏത് സ്കൂളിൽ പഠിച്ചവരാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും അതിരിക്കട്ടെ, വ്യക്തിപരമല്ലല്ലോ വിഷയം.
അതുകൊണ്ട് കാവി എന്ന് പറയുന്നത്, ഭഗവപതാക എന്ന് പറയുന്നത് RSS ഉണ്ടാക്കിയതല്ല എന്നെങ്കിലും തിരിച്ചറിയണം. ഞാൻ ആദ്യം പറഞ്ഞ ശ്ലോകത്തില് ഭാരതമാതാവ് എന്ന സങ്കല്പം അനേകായിരം കൊല്ലങ്ങളായിട്ടുള്ളതാണ്, അനേകം നൂറ്റാണ്ടുകളായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഭാരതത്തിലുള്ളവരൊക്കെ അതിന്റെ മക്കളാണ് എന്ന് പറഞ്ഞെന്നാൽ ഭാരത അമ്മയാണെന്നാണ്. ഭാരതമാതാവ് എന്ന സങ്കല്പം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രസാദ് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അസഹിഷ്ണുത ഭാരതത്തോടുള്ള, ഭാരതമാതാവ് എന്ന സങ്കല്പത്തോടുള്ള, അവർ ഭാരതത്തെ വിഭജിക്കാൻ കൊണ്ടുവന്ന അനേകം കാര്യങ്ങളെ എല്ലാം അതിജീവിക്കാൻ കരുത്തുള്ള ഉന്നതമായ ഒരു സങ്കല്പവും ശക്തിയും ആദർശവുമാണ് ഭാരതമാതാവ് എന്നുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വിഭജനത്തെ അതിജീവിക്കാൻ ഭാരതമാതാവ് എന്ന സങ്കല്പം കൊണ്ട് കഴിയും എന്ന് ഭയപ്പെട്ടിട്ടാണ് അവർ ഈ കാര്യത്തിനെ എതിർക്കാൻ കാരണം. 122 കൊല്ലം മുൻപ്, 122 അല്ല 128 കൊല്ലം മുൻപ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ 1897 അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മറ്റെല്ലാ ദൈവങ്ങളെയും മാറ്റിവെക്കുക, ജീവനുള്ള ഒരേ ഒരു ഈശ്വരൻ ഭാരതമാതാവായിരിക്കട്ടെ. വരുന്ന 50 കൊല്ലക്കാലത്തേക്ക് ഭാരതമാതാവായിരിക്കട്ടെ നമ്മുടെ ആരാധ്യ ദേവത എന്ന് 1897 സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. കൃത്യം 50 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ പ്രയത്നഫലമായി വിഭജിച്ചിട്ടാണെങ്കിൽ പോലും. അതുകൊണ്ട് അവർക്ക് ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ സ്വീകരിക്കാൻ കഴിയാത്തത് RSSനോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് അവരുടെ വിഭജന പ്രത്യയ ശാസ്ത്രത്തിനെ ചെറുക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ ഒരു ആദർശ ബിംബമായതുകൊണ്ടാണ് അമ്മ എന്ന സങ്കല്പത്തെ അവരെതിർക്കുന്നത്. മാതാവ് എന്ന സങ്കല്പവും കുടുംബം എന്ന സങ്കല്പവും ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിച്ചാൽ സംസ്കാരമുള്ള ഒരു തലമുറ വളർന്നു വരും, കുടുംബം എന്ന സങ്കല്പം നിലനിൽക്കും, അതിലൂടെ ഭാരതത്തിന്റെ സനാതനധർമ്മം മുറിവേൽക്കാതെ പരിക്കേൽക്കാതെ നിലനിൽക്കും. അതിനെ നശിപ്പിക്കാൻ കഴിയണമെങ്കിൽ, സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും അത് വിജയിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഭാരതം എന്ന സങ്കല്പവും ഭാരതമാതാവ് എന്ന സങ്കല്പവും ഒക്കെ അവർക്ക് തള്ളിക്കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം അവസരമായി എന്ന് എല്ലാവരും ഓർക്കുക. അതുകൊണ്ട് നന്ദിയോടെ ഈ ചരിത്രത്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.